ഈ ആൾബലവും ബന്ധുബലവും രണ്ടും ഭയങ്കര ശക്തമാണല്ലേ. നമ്മൾ പറയാറുണ്ട്, എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട്, എൻ്റെ വീട്ടിൽ നിന്ന് ആൾ വരും, അല്ലെ എൻ്റെ ബന്ധുക്കളെ ഇറക്കും, എൻ്റെ സുഹൃത്തുക്കളെ ഇറക്കും എന്നൊക്കെ അല്ലേ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നമുക്ക് പറയണമെങ്കിൽ ശക്തമായ ഒരു ബന്ധം നിലനിൽക്കണം അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ബന്ധം ഉണ്ടായിരിക്കണം. അങ്ങനെ ബന്ധങ്ങൾ നിലനിർത്തണമെങ്കിൽ ആ ബന്ധം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം അല്ലേ. അപ്പോൾ ഇന്ന് ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിലൂടെ കേൾക്കാൻ പോകുന്നത് ഈ ബന്ധുബലത്തെക്കുറിച്ചാണ്. നമുക്ക് എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. സുഹൃത്ത് ബന്ധങ്ങളുണ്ട്, പ്രണയ ബന്ധങ്ങളുണ്ട്, ഭാര്യ ഭർത്തൃ ബന്ധമുണ്ട്, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് ബന്ധങ്ങളുടെ നടുവിലാണ് നമ്മുടെ മനുഷ്യരുടെ ലൈഫ് തന്നെ അല്ലേ. അപ്പോൾ ഈ ബന്ധങ്ങളൊക്കെ നിലനിന്നിപ്പോൾ പോകുന്നുണ്ടോ? ബന്ധങ്ങളിൽ അകൽച്ച വരാറുണ്ടോ? അപ്പോൾ ഈ ബന്ധങ്ങളുടെ ആ ഒരു ഊഷ്മളതയെക്കുറിച്ചും ആ ഒരു ശക്തിയെക്കുറിച്ചും ഒക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ കൂടെ ഇന്നൊരു ഗസ്റ്റ് എത്തിയിട്ടുണ്ട്, ഡോക്ടർ എലിസബത്ത് ജോൺ, കോട്ടയം ലൈഫ് കെയർ കൗൺസിൽ സെന്റർ ഫോർ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡയറക്ടറാണ്. ഞാൻ ഏറെ സ്നേഹത്തോടെ മാമിനെ സ്വാഗതം ചെയ്യുന്നു. ഹലോ, നമസ്കാരം. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഞാൻ ഡോക്ടർ എലിസബത്ത് ജോൺ ആണ് സംസാരിക്കുന്നത്, ലൈഫ് കെയർ കൗൺസിലിംഗ് സെന്ററിൽ നിന്ന്. ഇന്നത്തെ ഈ പ്രോഗ്രാം ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന പേരിൽ തന്നെ എത്ര മനോഹരമാണല്ലേ. നമ്മുടെ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോയാൽ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ എല്ലാം ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. എല്ലാവരെയും മനോഹരമായ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ബന്ധങ്ങളുടെ ആ ഒരു ബലത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവർക്കും ബന്ധങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ആ ബന്ധങ്ങളൊക്കെ നന്നായി ശക്തമായിട്ടൊക്കെ നിലനിന്ന് പോകുന്നുണ്ടോ? അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു തന്നെ തുടങ്ങാം അല്ലേ. ആ ഒരു ബന്ധങ്ങളുടെ ഊഷ്മളത എത്രത്തോളം ഉണ്ടെന്നൊന്ന് പറയാമോ? നമ്മളുടെ ജീവിതത്തിലെ ബന്ധങ്ങളുടെ ഊഷ്മളത എന്ന് പറയുന്നത് ഓരോ വ്യക്തിയെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ആ വ്യക്തിക്ക് എന്തുമാത്രം മറ്റുള്ളവരുമായി ഇഴുകിച്ചേരാൻ പറ്റുന്നോ, മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് പെരുമാറാൻ പറ്റുന്നോ, അതിനനുസരിച്ചിരിക്കും നമുക്ക് ആ ഒരു ബന്ധങ്ങളുടെ ഒരു ദൃഢത വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പം ഓരോ വ്യക്തിക്കും ബന്ധങ്ങൾ എങ്ങനെ കൊണ്ടുപോകണം എന്നതിനെ അവരുടെ മാനസിക നിലയുമായി ബന്ധപ്പെട്ടിരിക്കും അവരുടെ ഊഷ്മളത എന്തുമാത്രം അതിൻ്റെ അകത്ത് ഉണ്ട് ഇല്ല എന്ന് തീരുമാനിക്കുന്നത്. അപ്പം നല്ലൊരു മാനസികാരോഗ്യം ഉണ്ടെങ്കിൽ നല്ലൊരു ഊഷ്മളമായ ഒരു ബന്ധങ്ങളിൽ നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കും. ബന്ധങ്ങളുടെ ശക്തിയെക്കുറിച്ചും ദൃഢതയെക്കുറിച്ചും ഊഷ്മളതയെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഇന്ന് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന പ്രോഗ്രാമിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുണ്ട് ഞാൻ അജയ് മീര. അപ്പം നമ്മളോടൊപ്പം ഈ ബന്ധങ്ങളുടെ ഒരു ശക്തിയെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുന്ന ഗസ്റ്റ് കോട്ടയം ലൈഫ് കെയർ കൗൺസിൽ സെന്റർ ഫോർ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡയറക്ടർ ഡോക്ടർ എലിസബത്ത് ജോൺ ആണ്. അപ്പോൾ ബന്ധങ്ങളുടെ ഊഷ്മളതയെക്കുറിച്ച് പറഞ്ഞു മാം. അതുപോലെ തന്നെ ഇനി ചോദിക്കാനുള്ളത്, പലരും പലപ്പോഴും ഈ ബന്ധങ്ങൾക്കധികം പ്രാധാന്യമൊന്നും കൊടുക്കാറില്ല. ഈ ബന്ധങ്ങൾ നീണ്ടു നിൽക്കുന്നതിൻ്റെ ഒരു ഗുണം എന്തെല്ലാം? വ്യക്തികളുടെ ബന്ധങ്ങൾ നിലനിർത്തുന്നത് ബേസിക്കലി വൈകാരിക ബുദ്ധി എന്ന ഒരു കൺസെപ്റ്റിൻ്റെ ബേസിലാണ്. ഒരു വ്യക്തിക്ക് നല്ലൊരു വൈകാരിക ബുദ്ധി അല്ലെങ്കിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് നമുക്ക് വരുമ്പോൾ അത് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നല്ല രീതിയിലുള്ള വ്യക്തികളാണ് എല്ലാ മേഖലയിലും എല്ലാവരുമായി നല്ല രീതിയിൽ ബന്ധങ്ങൾ സ്ഥാപിച്ചു പോകുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആൾക്കാർ ബന്ധങ്ങൾക്ക് അത്രയ്ക്ക് വില കൊടുക്കുന്നതായിട്ട് കാണുന്നില്ല. എല്ലാവരും അവനവൻ്റെ കാര്യങ്ങൾക്ക് പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇഷ്ടം, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ താല്പര്യം, അതിൻ്റെ അകത്ത് ഹനിക്കുന്ന ആരെയും അവരുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ആരും ഇല്ല, എല്ലാവരും പക്ഷേ ഉണ്ട് എന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സ്കൂളിൽ, വർക്ക് ചെയ്യുന്നിടത്ത് എല്ലാവർക്കും ഫ്രണ്ട്സായിട്ടും ബന്ധുക്കളായിട്ടും റിലേറ്റീവ്സായിട്ടും ഉണ്ട്. പക്ഷേ ആ സാഹചര്യങ്ങളാണെങ്കിലും അവനവനൊരു വിഷമങ്ങൾ വരുമ്പോഴത്തേക്കും ആരും തന്നെ ഒരു വാക്ക് സംസാരിക്കാനോ, എനിക്ക് വേണ്ടി ഒരു വാക്ക് മറ്റൊരാൾ സംസാരിക്കാനോ, അല്ലെങ്കിൽ എൻ്റെ വിഷമങ്ങൾ കേട്ടിരിക്കാനോ ഒരു മനുഷ്യരും ഉണ്ടാകുന്നതായിട്ട് ഇപ്പം എല്ലാവരും പറയുന്നത് ഞാൻ ഒറ്റപ്പെടുവാണ്, എനിക്ക് ആരുമില്ല, എൻ്റെ വിഷമങ്ങൾ പറയാൻ ആരുമില്ല എന്നൊക്കെയാണ് എല്ലാവരും പറയുക. അപ്പം ആ ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തെ ഒരു തലമുറയിലുള്ള ആൾക്കാർക്കും ഇപ്പോഴത്തെ തലമുറയുടെ കൂടത്തിൽ ജീവിക്കുന്ന പഴയ ആൾക്കാർക്കും ആർക്കും വേണ്ടിയും സമയം സ്പെൻഡ് ചെയ്യാനായിട്ടില്ല. അപ്പോൾ എല്ലാവരും തന്നെയും ഒരു ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അപ്പം ഈ ബന്ധങ്ങൾ നമുക്ക് നല്ല രീതിയിലുണ്ടെങ്കിൽ ജീവിതത്തിന് ഒത്തിരി സന്തോഷം ഉണ്ടാവും, ചിരികളുണ്ടാവും, നമ്മുടെ വിഷമങ്ങളെ നമ്മൾ മറക്കും, നമ്മുടെ പ്രയാസങ്ങൾ പറയാൻ ആൾക്കാരുണ്ടാവും, നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ ഓടി വരാൻ ആൾക്കാരുണ്ടാവും.
നമുക്ക് വേണ്ടി നിൽക്കാനും നിലകൊള്ളാനും ഒത്തിരി പേര് നമ്മുടെ കൂടെ ചുറ്റും ഉണ്ടാവും. സോ ബന്ധങ്ങളെ നിലനിർത്തിക്കൊണ്ട് പോകുക എന്ന് പറയുന്നത് വളരെയധികം ടാസ്ക് തന്നെയാണ്. കാരണം നമ്മൾ ഒത്തിരി അധികം അതിൻ്റെ അകത്ത് വിട്ടുവീഴ്ചയും ഒത്തിരി സഹനങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. അതായത് നമുക്ക് പല വികാരങ്ങളും മറ്റുള്ളവരുമായി ഇടപെടുമ്പം വരുന്നുണ്ടാവും. പക്ഷേ ആ വികാരങ്ങളൊക്കെ വരുന്നത് മറ്റൊരാൾക്ക് വിഷമം വരാത്ത രീതിയിൽ, നമുക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ ആ വികാരങ്ങളെ നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മളുടെ വികാരങ്ങൾ മറ്റൊരാൾക്ക് വിഷമമാകാതെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് മറ്റൊരാൾ നമ്മളോട് അവരുടെ വിഷമങ്ങൾ പറയുകയും അവരുടെ ബുദ്ധിമുട്ടുകൾ പറയുകയും അവരുടെ സന്തോഷത്തിൽ നമ്മളെ പങ്കുചേരിക്കുകയോ ഒക്കെ ഉള്ളൂ. അങ്ങനെ വരുമ്പോഴത്തേക്കും അവരുടെ ഫീലിങ്സ്, അതായത് നമ്മുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളുടെ വികാരങ്ങൾ, ആവശ്യങ്ങൾ, ഇഷ്ടങ്ങൾ ഒക്കെ മനസ്സിലാക്കി, അവരുടെ ഇഷ്ടക്കേടുകളൊക്കെ മനസ്സിലാക്കി നമുക്ക് പെരുമാറി തുടങ്ങുമ്പോഴാണ് നല്ലൊരു ബന്ധങ്ങൾ ഉണ്ടാകുന്നത്. അതുമൂലം നമുക്ക് ജീവിതത്തിൽ ഒത്തിരി സംതൃപ്തി ഒത്തിരി ഉണ്ടാവും. നമ്മുടെ വിഷമങ്ങളിലും പ്രയാസങ്ങളിലും എല്ലാം നമ്മുടെ കൂടെ നിൽക്കാൻ ഒത്തിരി ആൾക്കാർ ചുറ്റും ഉണ്ടാവും. ഹാപ്പി ആയിട്ട് എല്ലാത്തിൽ നിന്നും ഒരു സന്തോഷം ഉൾക്കൊണ്ടുകൊണ്ട് സംതൃപ്തിയോടെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. ബന്ധങ്ങളുടെ ശക്തിയെക്കുറിച്ചും ദൃഢതയെക്കുറിച്ചും ഊഷ്മളതയെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഇന്ന് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന പ്രോഗ്രാമിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുണ്ട് ഞാൻ അജയ് മീര. അപ്പം നമ്മളോടൊപ്പം ഈ ബന്ധങ്ങളുടെ ഒരു ശക്തിയെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുന്ന ഗസ്റ്റ് കോട്ടയം ലൈഫ് കെയർ കൗൺസിൽ സെന്റർ ഫോർ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡയറക്ടർ ഡോക്ടർ എലിസബത്ത് ജോൺ ആണ്. അതുപോലെ തന്നെ ഈ ബന്ധങ്ങളുടെ മൂല്യത്തെക്കുറിച്ച് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. എങ്കിലല്ലേ അവർ വളർന്നു വലുതാകുമ്പോഴത്തേക്കും അവർക്ക് ആ ഒരു റിലേഷൻഷിപ്പ്, ആ ബന്ധങ്ങളുടെ ഒരു വാല്യൂ മനസ്സിലാകത്തുള്ളൂ. അതെങ്ങനെ നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും? ബന്ധങ്ങളുടെ മൂല്യത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കുന്നതിലും നല്ലത് പ്രവർത്തിച്ച് കാണിക്കുന്നതാണ്. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഉപദേശിച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ എല്ലാ കാര്യങ്ങളും ഉപദേശിക്കുന്ന കാര്യങ്ങളെല്ലാം പിള്ളേർ സ്വീകരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ബന്ധങ്ങളുടെ ഒരു ആവശ്യകതയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു സന്തോഷവും സംതൃപ്തിയും ഒക്കെ കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിലും നല്ലത് അവർക്ക് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഒരു ബന്ധത്തിൽ എങ്ങനെ ആയിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു കുടുംബത്തിൽ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എങ്ങനെയായിരിക്കണം, അവരുടെ ആവശ്യ സമയങ്ങളിൽ അവർ ചോദിക്കാതെ തന്നെ നമ്മളെങ്ങനെ സഹായിക്കുന്നു, ഹെൽപ്പ് ചെയ്യുന്നു, അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ വിളിക്കാതെ തന്നെ അവരുടെ പുറകയിൽ അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ നമ്മൾ എങ്ങനെ നിൽക്കുന്നു എന്നതൊക്കെ നമ്മൾ ചെയ്താണ് ആ കുട്ടികളത് എന്ത് ചെയ്യുന്നത്, സ്വീകരിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഇന്ന രീതിയിലാണ് പെരുമാറേണ്ടത്, ആൾക്കാരുടെ ഇടയിൽ ഇന്ന രീതിയിൽ പ്രവർത്തിച്ചാലാണ് എനിക്ക് നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുക, എങ്ങനെ സമൂഹത്തിൽ ജീവിക്കണം എന്ന് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കലല്ല ശരിക്കും പറഞ്ഞാൽ അവരെ പഠിപ്പിക്കേണ്ട രീതി. നമ്മൾ അവരെന്തായി തീരണമെന്ന് ആഗ്രഹിക്കുന്നു അത് നമ്മൾ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് ഒരു പ്രാവശ്യം പ്രവർത്തിച്ച് കാണിച്ചുകൊണ്ട് കാര്യമില്ല. പല പ്രാവശ്യം പല ആവർത്തി നമ്മുടെ കുട്ടികളുടെ മുന്നിൽ നമ്മൾ മാതാപിതാക്കൾ മോഡലായി തീരുവാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിച്ച് കാണിച്ചാൽ മാത്രമേ മക്കൾ അത് സ്വീകരിക്കത്തുള്ളൂ. നമ്മളുടെ ഒരു എന്നാ പറയുന്നത് ഫോട്ടോസ്റ്റാറ്റ് കോപ്പി പോലെയാണ് നമ്മുടെ മക്കൾ. നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നോ അതിനനുസരിച്ചിരിക്കും നമ്മുടെ മക്കൾ ബന്ധങ്ങൾക്ക് മൂല്യം കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കൾ എന്തായി തീരണമെന്ന് ആഗ്രഹിക്കുന്നോ, മൂല്യത്തിൽ വളരണം എന്നാഗ്രഹിക്കുന്നോ, ബന്ധങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത് എങ്ങനെയെന്ന് ഓരോ നമ്മുടെ സഹോദരങ്ങളോടും ഓരോ അപ്പനോടും അമ്മയോടും മക്കളോടും അങ്കിളുമാരോടും ആൻറ്റിമാരോടും അല്ലെങ്കിൽ അയലോക്കത്തുള്ളവരോടും ഒക്കെ പെരുമാറുന്നത് നമ്മൾ അവരെയും കൂടെ ഉൾക്കൊള്ളിക്കുക. എല്ലാ കാര്യത്തിലും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ അവരുമായി ചേർന്ന് നിന്ന് ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോഴാണ് ആ മൂല്യം കുട്ടികൾ മനസ്സിലാക്കുകയും ലൈഫിൽ അത് മുന്നോട്ട് അവർ എടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ലൈഫിലെ സന്തോഷങ്ങൾ എങ്ങനെയാണ് കിട്ടുന്നുള്ള ഒരു ബോധം അപ്പോൾ അവർക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമ്മൾ അതിനുവേണ്ടി തയ്യാറായാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ കുട്ടികൾക്ക് മൂല്യബോധത്തിൽ ബന്ധങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്കും സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അതൊക്കെ അവർക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നതായിരിക്കും. അവർക്കല്ലെങ്കിൽ അത് നമ്മൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പറയുമ്പോൾ അവർക്കൊരു നിർബന്ധം പോലെ ആയിരിക്കും അവർക്ക് ഫീൽ ചെയ്യുക. അപ്പം അവർക്ക് നമ്മളത് പറയുന്നതിനോട് അല്ലെങ്കിൽ എതിർക്കാനുള്ള ടെൻഡൻസി ആയിരിക്കും നമ്മുടെ മക്കൾക്കുണ്ടാകുക. നല്ല പ്രവൃത്തികൾ നമ്മൾ ചെയ്ത് കാണിക്കുക. അപ്പോൾ നമ്മുടെ മക്കളും നല്ല ബന്ധങ്ങളിൽ നല്ല മൂല്യബോധങ്ങളുള്ളവരായി വളരുകയും ചെയ്യും.
ബന്ധങ്ങളുടെ ശക്തിയെക്കുറിച്ചും ദൃഢതയെക്കുറിച്ചും ഊഷ്മളതയെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഇന്ന് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന പ്രോഗ്രാമിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുണ്ട് ഞാൻ അജയ് മീര. അപ്പൊ നമ്മളോടൊപ്പം ഈ ബന്ധങ്ങളുടെ ഒരു ശക്തിയെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുന്ന ഗസ്റ്റ് കോട്ടയം ലൈഫ് കെയർ കൗൺസിൽ സെന്റർ ഫോർ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡയറക്ടർ ഡോക്ടർ എലിസബത്ത് ജോൺ ആണ്. അതുപോലെ പല സൗഹൃദ ബന്ധങ്ങളും അതിരുവിട്ട് മറ്റ് ബന്ധങ്ങളിലേക്കൊക്കെ പോകാറുണ്ട്. അപ്പൊ നമ്മുടെ ഈ നല്ല സൗഹൃദങ്ങളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? നമ്മുടെ ജീവിതത്തിലെ സുഹൃത്ത് ബന്ധങ്ങളിലൊക്കെ തന്നെയും ഒരു എന്താ പറയുക, ഒരു സന്തോഷമുണ്ടല്ലേ. സുഹൃത്ത് ബന്ധങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ബന്ധുക്കളായിരിക്കാം, നാട്ടിലുള്ള ആൾക്കാരായിരിക്കാം, നമ്മുടെ അയൽവക്കത്തുള്ള വീടിനടുത്തുള്ള ആൾക്കാരായിരിക്കാം. ഇവരൊക്കെ ആയിട്ടുള്ള ഒരു ബന്ധങ്ങൾ നമ്മൾ വെക്കുമ്പോൾ അത് വളരെയധികം സന്തോഷം നൽകുന്നതാണെങ്കിലും അപ്പം അതിനപ്പുറമായി ആ സന്തോഷങ്ങൾ നൽകുന്നതിനപ്പുറമായി അതൊരു കൺട്രോളിങ് ആയിട്ടോ അല്ലെങ്കിൽ അതൊരു അവരുടെ മറ്റൊരാളുടെ വ്യക്തി ജീവിതത്തിലേക്ക് ഒരു കടന്നുകയറ്റമായോ ഒന്നുമായി പോകരുത്. നമുക്കെല്ലാവർക്കും ഒരു എന്താ പറയുക, ഒരു ബൗണ്ടറി ഉണ്ട്. ഇപ്പോൾ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നമ്മൾ കളിക്കാൻ പോകുമ്പോൾ അതിനൊരു ബൗണ്ടറി ഉള്ളതുപോലെ എല്ലാ വ്യക്തികളുടെയും മനസ്സിന് ഒരു ബൗണ്ടറി ഉണ്ട്, ഇമോഷണൽ ബൗണ്ടറി എന്ന് പറയും. അപ്പം ആ ഇമോഷണൽ ബൗണ്ടറി ഓരോ വ്യക്തിയും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ആ ഇമോഷണൽ ബൗണ്ടറി മറ്റൊരാൾ തള്ളിക്കയറാനോ അല്ലെങ്കിൽ മറ്റൊരാൾ ഇടിച്ചു കയറാനോ അല്ലെ വേദനിപ്പിച്ച് സംസാരിക്കാനോ മറ്റൊരാളുടെ ഒരു സ്വാതന്ത്ര്യത്തെ മറ്റുള്ളവർ കടന്നു കയറാനോ ഒന്നും നമ്മൾ ശ്രമിക്കാതിരുന്നാൽ ആ ഒരു ബന്ധത്തിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. ഇല്ലെങ്കിൽ ആ ഇമോഷണൽ ബൗണ്ടറി എന്ന് പറയുന്ന സാധനം പൊട്ടിപ്പോകാം, വളഞ്ഞു പോകാം. അപ്പോൾ എന്നാ സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി ആ വ്യക്തിക്ക് നമ്മളുടെ ഒരു പ്രസൻസ് അസ്വസ്ഥമായി തുടങ്ങും. നമ്മളുടെ ഒരു വർത്തമാന രീതിയായിരിക്കാം, നോട്ടമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ടച്ച് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ബിഹേവിയർ സ്വഭാവ രീതികളായിരിക്കാം അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ഒരു വ്യക്തിയുടെ വൈകാരികമായിട്ടുള്ള ആ ഒരു ബൗണ്ടറി നമ്മൾ മനസ്സിലാക്കി വേണം നമ്മൾ അവരുടെ വേണ്ടത്ര ഡിസ്റ്റൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ അവരുമായി ചേർന്ന് പോകേണ്ടത്. അങ്ങനെ വരുമ്പം നമ്മുടെ ജീവിതത്തിലെ സൗഹൃദങ്ങൾ, ബന്ധങ്ങൾ നല്ല രീതിയിൽ പോവുകയും അനാവശ്യമായി കടന്നു വരുന്ന നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ നമ്മളെ പൊസസീവായി നമ്മളെ ഡീൽ ചെയ്യുന്ന രീതികളും ഒക്കെ വരുമ്പോൾ നമ്മൾ ഇമോഷണലി നമ്മളെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുമ്പോൾ മറ്റൊരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഇമോഷൻ അനുസരിച്ച് നമ്മൾ പെരുമാറേണ്ടി വരുമ്പോൾ അതിൻ്റെ അകത്തൊരു ഇമോഷണൽ സ്ലേവറിസത്തിലേക്കായിരിക്കും നമ്മൾ പോവുക. സോ അത് നമ്മൾ ഓരോ വ്യക്തികളും അത് മനസ്സിലാക്കി അതൊരു ഇമോഷണൽ ബൗണ്ടറി അവിടെ നിന്നുണ്ടെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ഓരോ വ്യക്തിയെയും നമ്മൾ കീപ്പ് ചെയ്യുകയും ആ ബൗണ്ടറിക്ക് ഓരോരുത്തരെയും ഓരോ ബൗണ്ടറിക്കുള്ളിൽ നിർത്തുന്നത് പോലെ നമ്മൾ നിർത്തുകയും ഇമോഷണലി നമുക്ക് ഡിഫിക്കൽറ്റി ഉണ്ടാക്കുന്ന, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വ്യക്തികളെ ആ ബൗണ്ടറിക്ക് വെളിയിൽ നിർത്തുകയും വൈകാരികമായി നമുക്ക് നല്ലൊരു കംഫോർട്ട് തരുന്നവരെ ഇമോഷണൽ ബൗണ്ടറിക്ക് അകത്ത് നിർത്തുകയും ചെയ്തുകൊണ്ട് നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ജീവിക്കുമ്പോൾ എല്ലാവരുമായും ഇഷ്ടക്കേടൊന്നുമില്ലാതെ സന്തോഷത്തോടെ ബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോകാൻ സാധിക്കും. ബന്ധങ്ങളുടെ ശക്തിയെക്കുറിച്ചും ദൃഢതയെക്കുറിച്ചും ഊഷ്മളതയെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഇന്ന് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന പ്രോഗ്രാമിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുണ്ട് ഞാൻ അജയ് മീര. അപ്പൊ നമ്മളോടൊപ്പം ഈ ബന്ധങ്ങളുടെ ഒരു ശക്തിയെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുന്ന ഗസ്റ്റ് കോട്ടയം ലൈഫ് കെയർ കൗൺസിൽ സെന്റർ ഫോർ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡയറക്ടർ ഡോക്ടർ എലിസബത്ത് ജോൺ ആണ്. പണ്ടൊക്കെ ഉണ്ടല്ലോ കൂട്ടുകുടുംബമായിരുന്നു അല്ലേ, ഒരുപാട് അംഗങ്ങളൊക്കെ, അച്ഛനും ചിറ്റപ്പനും കൊച്ചച്ഛനും വല്യച്ഛനും അമ്മൂമ്മയും അപ്പൂപ്പനും ഒക്കെ അടക്കുന്ന വലിയൊരു ഫാമിലി ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ അതിൽ നിന്നൊക്കെ മാറിയിട്ട് അണുകുടുംബം.comലേക്ക് വന്നിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ കുടുംബാംഗങ്ങളുടെ എണ്ണവും കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ കുടുംബ ബന്ധങ്ങളുടെ ഒരു ദൃഢത എത്രത്തോളം ഉണ്ട്? കൂട്ടുകുടുംബമായിരിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റീസ് കൂടുതലാണ്. ഒരു വ്യക്തിയുടെ സ്വഭാവ രീതികൾ വരുമ്പോൾ എങ്ങനെ അതിന് തിരിച്ച് പെരുമാറണം, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ നെഗറ്റീവായിട്ടുള്ള പെരുമാറ്റമോ പോസിറ്റീവായിട്ടുള്ള പെരുമാറ്റ രീതികളോ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള ഒരു പ്രാപ്തി നമുക്ക് ഓരോരുത്തർക്കും ഈ കുറേ ആൾക്കാർ കൂടി ജീവിക്കുന്ന സാഹചര്യത്തിൽ നമുക്കുണ്ടാകാറുണ്ട്. അതായത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് എങ്ങനെ നമുക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ എങ്ങനെ പോകണമെന്നുള്ളൊരു പക്വത നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് കൂട്ടുകുടുംബത്തിലായിരിക്കുമ്പോൾ. അപ്പം ആൾക്കാരുടെ എണ്ണം കുറയുന്നതനുസരിച്ച് വളരെ കുറച്ച് ആൾക്കാരെ ഡീൽ ചെയ്താൽ മതി ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുടുംബത്തിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച്. അപ്പം
നമുക്ക് പല ആൾക്കാരെ ഡീൽ ചെയ്യാനുള്ള അപ്പോൾ ഒരു കപ്പാസിറ്റി കുറയുവാണ്. മറ്റൊരാളെ ഡീൽ ചെയ്യുമ്പം നമുക്ക് ഫ്രസ്ട്രേഷൻ ആവുകയാണ്. അപ്പോൾ ഫ്രസ്ട്രേഷൻ വന്ന് ഒരാളുടെയും പെരുമാറ്റ രീതികളെ, മറ്റൊരാളുടെ സ്വഭാവ രീതികളെ നമുക്ക് ടോളറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയുകയും, ആ ടോളറൻസ് കപ്പാസിറ്റി കുറയുമ്പം പെട്ടെന്ന് തന്നെ നമ്മൾ ഇമോഷണലി റിയാക്ട് ചെയ്തു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യങ്ങൾ ഇപ്പോഴത്തെ ന്യൂക്ലിയർ അണുകുടുംബങ്ങളിൽ നമുക്ക് നന്നായി കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ബന്ധങ്ങൾ ദൃഢമായി സൂക്ഷിക്കാനായിട്ട് നമ്മൾ കുടുംബത്തിൽ ഉള്ള ആൾക്കാർ തമ്മിൽ തുറന്ന സംസാരം, എല്ലാ കാര്യങ്ങളും മറ്റൊരാൾക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിൽ, സന്തോഷം നൽകുന്ന രീതിയിൽ, മറ്റൊരാൾക്ക് നല്ല രീതിയിൽ കംഫോർട്ടാക്കുന്ന രീതിയിലാണോ എന്ന് ഓരോ വ്യക്തിയോടും ചോദിച്ച് നമ്മൾ പെരുമാറിയാൽ തന്നെ ഇപ്പം അണുകുടുംബമാണെങ്കിലും കൂട്ടുകുടുംബമാണെങ്കിലും സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ല മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കേണ്ടത്. നമ്മുടെ കുടുംബത്തിലുള്ള ആരൊക്കെയുണ്ടോ, അപ്പയായിരിക്കാം, അമ്മയായിരിക്കാം, സഹോദരങ്ങളായിരിക്കാം, ഭാര്യയായിരിക്കാം, ഭർത്താവായിരിക്കാം, അവരുടെ ഇൻലോസ് ആയിരിക്കാം, ആരുമായിക്കൊള്ളട്ടെ, അവരുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് നമ്മൾ ഓരോരുത്തരോടും ചോദിച്ചാൽ മാത്രം മതി. അവരുടെ ഓരോ കാര്യങ്ങൾ വരുമ്പോഴും നമ്മൾ അവരോട് സംസാരിച്ച് അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി, അവരുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കി, അവരുടെ ഓരോ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ഓരോ സാഹചര്യങ്ങളിലും നമ്മൾ അവരോട് സംസാരിച്ച് അവരുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി, അവരുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി, അവരുടെ പ്രശ്നം എന്നാന്ന് മനസ്സിലാക്കി, അവരുടെ വൈകാരികമായ ആ ഒരു നീഡ് എന്നാന്ന് മനസ്സിലാക്കി നമ്മൾ പെരുമാറിയാൽ ദൃഢതയുള്ള ഒരു കുടുംബജീവിതം നമുക്ക്, ഒരു ബന്ധങ്ങൾ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും. അത് ന്യൂക്ലിയർ കുടുംബത്തിലാണെങ്കിലും കൂട്ടുകുടുംബത്തിലാണെങ്കിലും. അപ്പം അങ്ങനെ ഒരു സ്വഭാവം നിങ്ങൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുവാണെങ്കിൽ സന്തോഷം നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്നതായിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ സാധിക്കും. ബന്ധങ്ങളുടെ ശക്തിയെക്കുറിച്ചും ദൃഢതയെക്കുറിച്ചും ഊഷ്മളതയെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഇന്ന് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന പ്രോഗ്രാമിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുണ്ട് ഞാൻ അജയ് മീര. അപ്പം നമ്മളോടൊപ്പം ഈ ബന്ധങ്ങളുടെ ഒരു ശക്തിയെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുന്ന ഗസ്റ്റ് കോട്ടയം ലൈഫ് കെയർ കൗൺസിൽ സെന്റർ ഫോർ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡയറക്ടർ ഡോക്ടർ എലിസബത്ത് ജോൺ ആണ്. പിന്നെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്നറിയോ, പലരും നമ്മുടെ നാട്ടിലില്ല. പലരും വീടും കുടുംബവും ഒക്കെ അടച്ചു പൂട്ടിയിട്ട് വിദേശത്താണ് താമസമായിട്ടുള്ളത്. പക്ഷെ എന്നാലും നാട്ടിൽ കുറച്ച് റിലേറ്റീവ്സ് ഒക്കെ കാണും. പക്ഷെ അവരെ ഒന്ന് കാണാനോ സംസാരിക്കാനോ അവരെ ഒന്ന് അറിയാനോ ഒന്നും ആരും ശ്രമിക്കാറില്ല. ചിലപ്പം ആരെങ്കിലുമൊക്കെ ഒന്ന് നമ്മുടെ റിലേറ്റീവ്സ് മരിച്ചു കഴിഞ്ഞാൽ പോലും അറിയുന്നത് ഫേസ്ബുക്ക് വഴിയൊക്കെയാണ്. അപ്പോൾ ഇത് നമ്മുടെ മനുഷ്യബന്ധങ്ങളെ എത്രത്തോളം ബാധിക്കാറുണ്ട്? ഇന്നത്തെ കാലഘട്ടത്തിലെ നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാരെല്ലാം തന്നെ ജോലി കിട്ടാൻ വേണ്ടി വെളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നാട്ടിലുള്ള കുടുംബാംഗങ്ങളുടെ എണ്ണം കുറയുകയും പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് ആ മക്കളുടെ കൂടെ വെളിരാജ്യത്ത് പോയി അവിടുത്തെ സാഹചര്യങ്ങളുമായി അഡ്ജസ്റ്റായി പോകാനും ബുദ്ധിമുട്ടുള്ളതിനാൽ അവർ നാട്ടിൽ അകപ്പെടുകയും ചെയ്യുകയാണ് സാധാരണ ഇപ്പം കാണുന്നത്. ഇപ്പം പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയും നാട്ടിലായി അവർക്ക് വർത്തമാനം പറയാനോ സംസാരിക്കാനോ ആളുകളില്ലാതെ, ചിരിക്കാനും അവരെ വന്ന് അന്വേഷിക്കാനും അവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കാനും ഒന്നും ആളില്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ ആൾക്കാരും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോഴത്തേക്കും നമ്മൾ വെളിരാജ്യത്തായിരിക്കുന്ന ആൾക്കാർക്ക് നാട്ടിലേക്ക് വന്ന് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഫോണിൽ കൂടെ സംസാരിക്കുകയും നാട്ടിലുള്ളവർക്ക് വേണ്ട സഹായങ്ങൾ സൗകര്യങ്ങൾ ആക്കി കൊടുത്തുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ഒത്തിരി ഫാമിലികൾ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ആ ഒരു നിരന്തരമായിട്ടുള്ള ഒരു വരവും വർത്തമാനം പറച്ചിലും ഓരോ വീട്ടിലുണ്ടാകുന്ന പരിപാടികളിൽ പങ്കെടുക്കാൻ അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കുറയുമ്പോൾ ആൾക്കാർ തമ്മിലുള്ള ആ ഒരു മാനസികമായിട്ടുള്ള അടുപ്പം കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ വെളിരാജ്യത്ത് നിന്ന് തിരിച്ചു വരുമ്പോൾ, നാട്ടിലേക്ക് വരുമ്പോൾ നമ്മളൊരു ബന്ധുക്കൾ വരുന്നത് പോലെയാണ് സ്വന്തം കുടുംബത്തിലേക്ക് വരുന്ന സാഹചര്യം പോലും. അങ്ങനെ വരുമ്പോഴത്തേക്കും നാട്ടിൽ വരുന്നു, അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്നു, തിരിച്ച് വീണ്ടും പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി അവർ തിരിച്ചു പോകുന്നു എന്നുള്ള ലെവലിലേക്ക് പോകുന്നതിനപ്പുറമായി നാട്ടിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവരുമായി ഇടപെട്ട് ബന്ധങ്ങളൊക്കെ നല്ല ദൃഢമായി കൊണ്ടുപോകാനുള്ള ഒരു സമയം അവർക്ക് കിട്ടുന്നില്ല. യഥാർത്ഥത്തിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഓരോ ദിവസവും നമ്മൾ ആ തിരക്കിൽ കൂടെ കടന്നു പോകുമ്പോഴാണേലും നമ്മുടെ നാട്ടിലുള്ള ബന്ധുക്കളുമായും സഹോദരങ്ങളുമായിട്ടും നാട്ടുകാരുമായിട്ടും കൂട്ടുകാരും ഒക്കെ ആയിട്ടൊരു ബന്ധം നമ്മൾ കണക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാവും, നമുക്ക് ആരോഗ്യം ഉണ്ടോ എന്നുള്ള ഫീലിംഗ് ഉണ്ടാവും, മറ്റുള്ളവർക്ക് വേണ്ട സഹായങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. നമ്മൾ നമ്മളുടേതായ ലോകത്തിലേക്ക് ചുരുങ്ങിപ്പോകാതെ മറ്റുള്ളവരുമായി
കൂട്ടുകൂടി സന്തോഷിച്ച് ഉല്ലസിച്ച് നമുക്കും ജീവിക്കാൻ സാധിക്കും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ലൈഫിനൊരു സന്തോഷം ഉണ്ടാവുകയും അതിനൊരു മീനിങ് ഉണ്ടാവുകയും ചെയ്യുമ്പം ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തോടെ ഇടപെടാനും സന്തോഷത്തോടെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ നമ്മളുടെ വ്യക്തിപരമായ ബന്ധങ്ങൾക്ക് ഊഷ്മളത കൂടുകയും ചെയ്യും. ബന്ധങ്ങളുടെ ശക്തിയെക്കുറിച്ചും ദൃഢതയെക്കുറിച്ചും ഊഷ്മളതയെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഇന്ന് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന പ്രോഗ്രാമിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുണ്ട് ഞാൻ അജയ് മീര. അപ്പം നമ്മളോടൊപ്പം ഈ ബന്ധങ്ങളുടെ ഒരു ശക്തിയെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുന്ന ഗസ്റ്റ് കോട്ടയം ലൈഫ് കെയർ കൗൺസിൽ സെന്റർ ഫോർ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡയറക്ടർ ഡോക്ടർ എലിസബത്ത് ജോൺ ആണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു ഈ ബന്ധങ്ങൾ പല ടൈപ്പ് ഉണ്ടത്, കുടുംബ ബന്ധവും സൗഹൃദ ബന്ധവും പ്രണയബന്ധവും ഒക്കെ ഉണ്ടല്ലേ. പക്ഷെ ഇതെല്ലാം വളരെ അടിപൊളിയായിട്ടൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായിട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം അല്ലേ. അതെന്തെല്ലാമാണ്? ഏത് തരത്തിലുള്ള ബന്ധങ്ങളാണെങ്കിലും സൗഹൃദങ്ങളാണെങ്കിലും പ്രണയബന്ധങ്ങളാണെങ്കിലും കുടുംബജീവിതത്തിലെ ബന്ധങ്ങളാണെങ്കിലും ഭാര്യ-ഭർത്ത ബന്ധങ്ങളാണെങ്കിലും മക്കളും അപ്പനും തമ്മിലുള്ള ബന്ധമാണെങ്കിലും അമ്മായിയമ്മ ബന്ധങ്ങളാണെങ്കിലും ഏത് തരത്തിലുള്ള ബന്ധങ്ങളാണെങ്കിലും നല്ല രീതിയിൽ നമുക്കൊരു ഊഷ്മളത അതിൻ്റെ അകത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ കൺസേൺ ചെയ്യുന്നു, അവരെ കെയർ ചെയ്യുന്നു, അവർക്ക് വേണ്ടി നമ്മൾ ഉണ്ട് എന്നുള്ളൊരു ഉറപ്പ് അവർക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ് ആ ഊഷ്മളത ഉണ്ടാകുന്നത്. അതിനായിട്ട് നമ്മൾ അവരോട് എപ്പോഴും നമ്മൾ ആ സ്നേഹബന്ധത്തിലായിരിക്കുന്ന ആൾക്കാരോട് ഓൾവേസ് നമ്മൾ സംസാരിക്കുകയും അവരുമായി ഇടപെടുകയും അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരുടെ വിഷമങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയൊക്കെ അതിനുവേണ്ടി നമ്മൾ അവരോട് ഓപ്പണായിട്ട് സംസാരിക്കാനുള്ള സമയം കണ്ടെത്തണം. അവരുടെ കണ്ണി നോക്കി സംസാരിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് എന്ത് ബുദ്ധിമുട്ടുകളാണെങ്കിലും ഞാൻ നിങ്ങൾക്കുണ്ട്, എന്ത് സപ്പോർട്ടാണ് വേണ്ടേ, എന്തെല്ലാം കുഴപ്പങ്ങൾ ചെയ്താലും എന്തെല്ലാം പിണക്കങ്ങളുണ്ടെങ്കിലും ഓരോ ആവശ്യ സമയത്തും നമ്മൾ ഓടി ചെല്ലുമ്പോഴാണ് ആ ഒരു ഊഷ്മളമായ ബന്ധം അതിൻ്റെ അകത്ത് ഫോം ചെയ്യുന്നത്. അപ്പം വൈരാഗ്യവും പിണക്കവും ഇഷ്ടക്കേടുകളും ഒക്കെ എല്ലാ ബന്ധങ്ങളിലും ഉണ്ടാവാം. കാരണം മനുഷ്യന്മാരല്ലേ തെറ്റ് ചെയ്യും. പക്ഷെ എല്ലാ മനുഷ്യർക്കും അവനവൻ്റെതായ ശരികളും നന്മയും ഉണ്ട് അല്ലേ, തെറ്റുകളുടെ ഒപ്പം തന്നെ. പക്ഷെ അത് നമ്മൾ നോക്കാതെ നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ, നമ്മൾ ചെയ്യേണ്ട ഒരു കരുണ ഒക്കെ മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്നു എന്നുള്ളൊരവസ്ഥ വരുമ്പം ആ പിണക്കവും വൈരാഗ്യവും ഒന്നും ഒരു തടസ്സമേ അല്ലാതായിത്തീരും. അപ്പം മനുഷ്യരോട് പരസ്പരം ക്ഷമിക്കാനുള്ള ഒരു മനസ്സൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ബന്ധങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അത് ഒത്തിരി നീട്ടിക്കൊണ്ട് പോകാതെ പെട്ടെന്ന് തന്നെ മിണ്ടാനും സൈലൻസ് ട്രീറ്റ്മെൻറ്റ് നടത്താതെ മൈൻഡ് ചെയ്യാതിരിക്കുന്നതൊക്കെ തന്നെ കൂടുതൽ അവനവന് തന്നെ നമുക്ക് പ്രഷർ ഉണ്ടാക്കുകയും മറ്റുള്ളവർക്ക് പ്രഷർ ഉണ്ടാക്കുകയും ചെയ്യും. അതെല്ലാം വിട്ട് പരസ്പരം ഒന്ന് നോക്കി ചിരിക്കുകയും വർത്തമാനം പറയുകയും അന്വേഷിക്കുകയും സുഖമാണോ എന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്യുമ്പം കൂടുതലായി ആ ഒരു വഴക്കുകൾ നമ്മുടെ ബന്ധങ്ങളിൽ ഉണ്ടാകുന്നുണ്ടെങ്കിലും അത് നല്ല രീതിയിൽ പാച്ചപ്പ് ചെയ്ത് പോകാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം മറ്റൊരാൾ നമ്മളുടെ പ്രവർത്തനം മൂലം വിഷമിക്കുന്നു എന്നുള്ളൊരു മനസ്സ് നമുക്കുണ്ടായാൽ മതി. അയാൾക്ക് വിഷമം വരുന്നുണ്ടോ നമ്മുടെ പ്രവർത്തനങ്ങൾ അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായി അവരെ മനസ്സിലാക്കി കൂടുതലായി അവർക്ക് വിഷമം വരാത്ത രീതിയിൽ പെരുമാറണം എന്നുള്ളൊരു ബോധ്യം ഉണ്ടായാൽ ബന്ധങ്ങൾ നല്ല രീതിയിൽ ഊഷ്മളതയോടുകൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ബന്ധങ്ങളുടെ ശക്തിയെക്കുറിച്ചും ദൃഢതയെക്കുറിച്ചും ഊഷ്മളതയെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഇന്ന് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന പ്രോഗ്രാമിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുണ്ട് ഞാൻ അജയ് മീര. അപ്പം നമ്മളോടൊപ്പം ഈ ബന്ധങ്ങളുടെ ഒരു ശക്തിയെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുന്ന ഗസ്റ്റ് കോട്ടയം ലൈഫ് കെയർ കൗൺസിൽ സെന്റർ ഫോർ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡയറക്ടർ ഡോക്ടർ എലിസബത്ത് ജോൺ ആണ്. ഈ ബന്ധങ്ങൾ ഉണ്ടായാൽ മാത്രം പോരാ, അത് ലൈഫ് ലോങ് നീണ്ടു നിൽക്കുകയും ചെയ്യണം. അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് അല്പം പാടുള്ള പണിയാണ് അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ദീർഘകാലം ബന്ധം നീണ്ടു നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് അറിയേണ്ടത്? നമ്മുടെ ജീവിതത്തിലുള്ള ബന്ധങ്ങളെ ജീവിതകാലം മുഴുവൻ നമുക്ക് നിലനിൽക്കാൻ നമ്മൾ ഇടയ്ക്കൊക്കെ അവരെ ഒന്ന് വിളിച്ച് സംസാരിക്കുകയും ഇപ്പോൾ ദൂര സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഫോൺ വിളിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ കോളൊക്കെ വരാനുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ ഉണ്ട്. എല്ലാ ബന്ധുക്കളെയും നമ്മൾ തിരക്കാണെങ്കിലും ഒന്ന് വിളിച്ച് സംസാരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുമ്പം ആ ബന്ധങ്ങൾക്കൊരു ഊഷ്മളത വരുന്നു. അതുപോലെ തന്നെ ആ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഫയർ നമ്മുടെ ഉള്ളിലുണ്ടാവും. അതുപോലെ തന്നെ വല്ലപ്പോഴുമൊക്കെ നമ്മൾക്ക് നമ്മളെ നമുക്കിഷ്ടപ്പെടുന്ന ആൾക്കാരുടെയൊക്കെ വീടുകളിൽ പോയി നമ്മൾ പോകണം. അതിനുവേണ്ടി നമ്മൾ ടൈം കണ്ടെത്തണം. നമുക്ക് സമയമില്ല എന്ന് പറയുന്നത് നമ്മൾ മാറ്റി വെച്ചിട്ട് എല്ലാത്തിനും ഒരു ടൈം കണ്ടെത്തി നമ്മുടെ ബന്ധുക്കളുടെയൊക്കെ വീടുകളിലൊക്കെ പോയി എല്ലാവരെയും കാണുകയും അവർക്കൊക്കെ ചെറിയൊരു ഗിഫ്റ്റൊക്കെ മേടിച്ചു കൊടുക്കുകയും അവരുടെ പ്രയാസങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഒരു വാക്ക് കൊണ്ടായിരിക്കാം, ഒരു ആശ്വാസവാക്ക് പറഞ്ഞായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു പ്രവൃത്തി കൊണ്ടായിരിക്കാം, ഒരു സപ്പോർട്ടൊക്കെ കൊടുത്തുകൊണ്ട് പ്രശ്നങ്ങളിൽ നിന്ന് അവരെ കരകയറാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ അതിൻ്റെ ഒരു നന്ദിയും സ്നേഹവും ഒക്കെ ഉണ്ടാവുകയും കടപ്പാടൊക്കെ ഉണ്ടാവുകയും ചെയ്യുമ്പം കൂടുതലായിട്ട്
പോകാനായിട്ട് നമ്മൾ ഈ ബന്ധം ദൃഢതയിലേക്ക് പോകാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മൾ ഇടയ്ക്കുള്ള ഒരു വിസിറ്റും അല്ലെങ്കിൽ ഒരു വർത്തമാനം പറച്ചിലും ഒക്കെ നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോഴേ, ഒന്ന് വിളിക്കുമ്പോഴേ, സുഖമാണോ ഒന്ന് ചോദിക്കുമ്പോഴേ, അല്ലെങ്കിൽ വഴി കൂടെ നടന്നു പോകുമ്പോഴാണെങ്കിലും അയൽവക്കത്തൊക്കെ ഉള്ള ആൾക്കാരെ കാണുമ്പോൾ ഒന്ന് വണ്ടി നിർത്തിയോ അല്ലെങ്കിൽ ഒന്ന് നിന്ന് വർത്തമാനം പറയാനൊക്കെ ഉള്ള ഒരു മനസ്സ് കാണിക്കുമ്പം ആൾക്കാരുമായിട്ടുള്ള ആ ബന്ധം കണക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം നമ്മുടെ അയൽവക്കത്തുള്ള വീടുകളിലൊക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ അവിടെയൊക്കെ ഒന്ന് പോയി വർത്തമാനമൊക്കെ പറയുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആർക്കും സമയമില്ല, എല്ലാവരും തന്നെ ബിസി ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ തൊട്ടയൽവക്കത്തുള്ള വീടുകളിലൊക്കെ ഒന്ന് സംസാരിക്കുകയും ഇടയ്ക്കൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി സംസാരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുക. പിന്നെ എന്തെങ്കിലും കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇൻവോൾവ് ആകുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ ബന്ധങ്ങൾ വരികയും കൂടുതൽ സന്തോഷം നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. മറ്റുള്ളവരിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമുക്ക് കൂടുതൽ സന്തോഷം വരുന്നത്. നമ്മൾ പേഴ്സണലി ഇൻഡിവിജ്വലി നമ്മൾ ജീവിച്ചാൽ നമുക്ക് സന്തോഷം ഉണ്ടാവത്തില്ല. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ കെയർ ചെയ്യുകയും കൺസേൺ ചെയ്യും, മറ്റുള്ളവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സ് നിറയുന്നത്. അല്ലാതെ നമുക്ക് വേണ്ടി മാത്രം, നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുമ്പോൾ അതിൻ്റെ അതൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവത്തില്ല. അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കാൻ നമ്മൾ തയ്യാറായാൽ മതി, നമ്മുടെ ജീവിതം കൂടുതൽ സന്തോഷമായി തീരും. എല്ലാവർക്കും നല്ലൊരു ബന്ധങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് അതിനുവേണ്ടി നിങ്ങൾ പ്രയത്നിച്ചാൽ മാത്രമേ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. അതിനുള്ള എഫേർട്ട് ഇട്ടുകൊണ്ട് മുന്നോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. മൈസെൽഫ് ഡോക്ടർ എലിസബത്ത് ജോൺ ഫ്രം ലൈഫ് കെയർ കൗൺസിലിംഗ് സെൻറ്റർ, കോട്ടയം. താങ്ക് യു സോ മച്ച്. അപ്പോൾ കേട്ടല്ലോ, ഇതൊക്കെയാണ് നമ്മുടെ ബന്ധങ്ങൾ സുദൃഢമാകാനും ദീർഘകാലം മുന്നോട്ട് പോകാനും ആ ഒരു ബന്ധത്തിന്റെ ശക്തിയും അല്ലെങ്കിൽ ആ ഒരു ആഴവും ഒക്കെ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യങ്ങളൊക്കെ. അപ്പം നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മുടെ ബന്ധങ്ങളുടെ ആ ഒരു ശക്തിയെക്കുറിച്ചും ദൃഢതയെക്കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കുക. കാരണം അവർക്കും വേണമല്ലോ ബന്ധുവലോ ഒക്കെ അല്ലേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ പ്രോഗ്രാം ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ എലിസബത്ത് മാം ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു.